വെനസ്വേലയുടെ തുറമുഖത്ത് ഡ്രോൺ ആക്രമണം നടത്തിയെന്ന അവകാശവാദവുമായി അമേരിക്ക രംഗത്ത്. CIA ആണ് ഡിസംബർ ആദ്യത്തിൽ വെനസ്വേലയുടെ തീരത്തെ തുറമുഖത്ത് ആക്രമണം നടത്തിയത് എന്ന് CNN റിപ്പോർട്ട് ചെയ്യുകയാണ്. വെനസ്വേലയിലെ ലഹരി സംഘമായ ട്രെൻഡെ അരാഗോ ലഹരി മരുന്ന് ശേഖരിച്ചിരുന്ന സംവിധാനമാണ് തകർത്തത് എന്നാണ് അമേരിക്ക പറയുന്നത്. ആക്രമണ സമയത്ത് ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നും ആക്രമണത്തിൽ ആളപായമില്ല എന്നുമാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. US സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഫോഴ്സ് ആണ് ഈ നടപടിക്ക് ആവശ്യമായ സഹായം നൽകിയത് എന്നും റിപ്പോർട്ടിൽ വിശദമാക്കുന്നു. ബോട്ടുകളിൽ ലഹരി മരുന്ന് നിറയ്ക്കുന്ന കേന്ദ്രമാണ് ആക്രമിച്ച് തകർത്തത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം വിശദമാക്കിയത്. എന്നാൽ ആക്രമണം നടത്തിയത് അമേരിക്കൻ സൈന്യമാണോ CIA ആണോ എന്നതിനെക്കുറിച്ച് ട്രംപ് വ്യക്തമായി പ്രതികരിച്ചിട്ടില്ല. നേരത്തെ വെനസ്വേലയിൽ രഹസ്യ ഓപ്പറേഷനുകൾ നടത്താൻ ട്രംപ് CIAക്ക് നിർദ്ദേശം നൽകി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മയക്കുമരുന്ന് കടത്ത് കുറ്റങ്ങളിൽ വെനസ്വേലയൻ പ്രസിഡന്റ് മഡുറോയെ അറസ്റ്റ് ചെയ്യാനും ശിക്ഷിക്കാനും സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് അമേരിക്ക $50 ദശലക്ഷം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. വെനസ്വേലയിലേക്ക് വരുന്നതും പോകുന്നതുമായ അംഗീകൃത എണ്ണ ടാങ്കറുകൾ ഉപരോധിക്കാനും ട്രംപ് നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു. വെനസ്വേല പ്രസിഡന്റ് നിക്കോളസ് മഡുറോവുമായുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഈ പുതിയ വാദം എന്നതും ശ്രദ്ധേയമാണ്. 2 മാസങ്ങളിലായി ലഹരി മരുന്ന് സംഘങ്ങളുടേത് എന്ന പേരിൽ 30-ലേറെ ബോട്ടുകളാണ് അമേരിക്ക വെനസ്വേലയുടെ തീരത്ത് ആക്രമിച്ചത്. കരീബിയൻ കടലിലും പസഫിക് സമുദ്രത്തിലും സമാന ആക്രമണങ്ങൾ അമേരിക്ക നടത്തുകയും ചെയ്തിരുന്നു. നേരത്തെ വെനസ്വേലയ്ക്കുള്ളിൽ കയറി ആക്രമണം നടത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പും നൽകിയിരുന്നു. അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കടുത്ത നടപടിയിലേക്ക് ട്രംപ് കടക്കുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ചില സുപ്രധാന തീരുമാനങ്ങൾ വെനസ്വേല വിഷയത്തിൽ ട്രംപ് എടുത്തിട്ടുണ്ട് എന്നാണ് ട്രംപുമായി അടുത്ത വൃത്തങ്ങൾ വിദേശ മാധ്യമങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ വെനസ്വേലയെ കടന്നാക്രമിക്കാൻ ട്രംപ് മുതിരുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഊഹാപോഹ വിവരങ്ങൾ പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കുന്നുമുണ്ട്. വെനസ്വേലയുമായി ഏറെ നാളായി ഇപ്പോൾ സംഘർഷത്തിലാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ കടുത്തൊരു ആക്രമണത്തിലേക്ക് അമേരിക്ക കടക്കുമോ എന്ന ചോദ്യം പലരും ഉയർത്തുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കൂടി ആക്രമണം നടത്തിയെന്ന് തുറന്നു സമ്മതിച്ചുകൊണ്ട് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്.